ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കഞ്ഞിവെള്ളം കൊണ്ടൊരു ഹൽവയാണ്. ഞാനിവിടെ കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് മീതെയുള്ള തെളിഞ്ഞ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് അടിയിലത്തെ കട്ടിയുള്ള വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും ആവശ്യത്തിന് അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ ചേർക്കാം. ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അരിപ്പൊടിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അപ്പത്തിൻ്റെയോ ഇടിയപ്പത്തിൻ്റെയോ അരിപ്പൊടി എടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് നമുക്കിതിലേക്ക് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഏലക്ക പൊടിച്ചത് എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ഏലക്ക ചേർത്ത് കൊടുക്കുകയാണ്. അതിലേക്കിട്ട് കുറച്ച് നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനിയൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു 3-4 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൈവിടാതെ നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പം ഞാനിവിടെ മിക്സെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇത് നല്ലപോലെ തിളച്ച് കുറുകി വരണം. അപ്പോൾ ഇവിടെ നല്ലതുപോലെ കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ലാസ്റ്റ് പാനിൽ പിടിക്കാത്ത പരുവമാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നന്നായി നെയ്യ് തൂവി കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനെ സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം. എന്നിട്ട് അതിനെ തണുക്കാൻ വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഹൽവ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു കത്തി എടുത്ത് ഇതുപോലെ ഒന്ന് സൈഡൊന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് പാത്രത്തിലോട്ട് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.